വെളുപ്പിന് 4 മണിക്ക് എണീച്ച് ഈ ജാക്കറ്റൊക്കെ ഇടുന്നത് മൈസൂർ ദസറക്ക് പോകാനാണ്. പോകുന്ന വഴിയിൽ മെഡിക്കൽ കോളേജിന്റെ അടുത്തുനിന്ന് ഒരു നല്ല പാൽച്ചായയും ഒരു പത്തിരിക കഴിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ടായിരുന്നു. അവനെ വെയിറ്റ് ചെയ്യുന്നു. 1 മണിക്കൂറാണ് ഇവൻ എന്നെ പോസ്റ്റ് ആക്കിയത് അവിടെ. അത് കഴിഞ്ഞ് നേരെ സുൽത്താൻ ബത്തേരിയിലേക്ക്. ബാക്കിയുള്ളവരൊക്കെ അവിടുന്നാണ് നമ്മളെ മീറ്റ് ചെയ്യുന്നത്. ഇവിടുന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ദൂരെ നിന്ന് വരുന്നവരൊക്കെ സുൽത്താൻ ബത്തേരിയിൽ സ്റ്റേ അടിച്ചിരുന്നു. അവരൊക്കെ എല്ലാവരും എത്തി. അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. നേരെ ഗുണ്ടൽപേട്ടിലേക്ക്. ഗുണ്ടൽപേട്ട് എത്തുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചായ ബ്രേക്ക് എടുത്തു. ചായ അതില്ലാത്തൊരു റൈഡ് നമുക്കിടയിൽ ഇല്ലല്ലോ. ഗുണ്ടൽപേട്ട് സൂര്യകാന്തി പാടത്തിന് തൊട്ടടുത്തായിട്ട് നമ്മളെ കുറച്ച് പേര് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഗുണ്ടൽപേട്ടിൽ തന്നെയുള്ള ഹോട്ടൽ ഗ്രാൻഡ് ശബരി. ഇച്ചിരി മസാല എടുക്കട്ടെ, ഒരുപാട് മസാല ഉണ്ട് ഇവിടെ. മസാല ദോശയിൽ മസാല എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഞാൻ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ് ആണ്. ഗീ റോസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതുപോലെ തന്നെ വടയും അടിപൊളിയായിരുന്നു. പിന്നെ ഈ കാണുന്ന കപ്പിലാണ് ഇവർ നമുക്ക് കോഫി കൊണ്ടു തന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് കഴിഞ്ഞ് മൈസൂർ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി. ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയിലെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. കിഡിലം വ്യൂ അല്ലേ? ഇനി റൂം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കിച്ചണ്, ഇവിടെ 2 ബെഡ് എക്സ്ട്രാ ഉണ്ട്. ഇതുപോലത്തെ 2 ബെഡ്റൂമാണ് ഈ അപ്പാർട്ട്മെന്റിലുള്ളത്. പ്രോപ്പർട്ടിന്റെ പുറത്തുള്ള ഏരിയ പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയി ജാക്കറ്റ് ഒക്കെ അയച്ചിട്ട് നല്ല ഫ്രീ ആയിട്ട് ടൗണിലേക്ക് ഇറങ്ങാന്ന് വെച്ചു. ദസറ കാണണ്ടേ? കുറച്ച് മുളകും കുറച്ച് മഞ്ഞളും വാങ്ങാം. അവിടെ കരി, ഇവിടെ കോയി. കരിയും കോയി. എയർ ഷോ നടക്കുന്ന ബന്നിമണ്ഡപം ഗ്രൗണ്ടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീസൺസിൽ. പക്ഷെ വെയിറ്റിംഗ് ആണ്. ഫുഡിന്റെ റിവ്യൂ കഴിച്ചിട്ട് പറയാട്ടോ. മൈസൂർ ദസറ റൈഡിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കാണണമെന്നുള്ളവർ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഒരു കൗതുകം നിറഞ്ഞ കാഴ്ച കണ്ടു. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ രാഷ്ട്രീയക്കാരതോ അല്ലെങ്കിൽ നേതാക്കന്മാരതോ ഒന്നും ഫോട്ടോസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചിട്ട് എവിടെയായിട്ട് കണ്ടിട്ടുണ്ടോ? എന്നാൽ കർണാടകയിൽ അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ചിരിയാണ് തോന്നിയത്. എന്ത് തന്നെയായാലും സംഭവം കിടുവാണ്. ഫുഡ് കഴിക്കാനായി നേരെ പോയത് ബന്നിമണ്ഡപത്തിന്റെ അടുത്താണ്. ബന്നിമണ്ഡപത്തിലാണ് എയർ ഷോയും ഡ്രോൺ ഷോ ഒക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ തന്നെ ഒരു സ്പോട്ടാണ് കണ്ടുവച്ചത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്കാണ്. സംഭവം ഒരു വല്ലാത്തൊരു വെയിറ്റിംഗ് ആയിപ്പോയി. ഏകദേശം ഒരു 1:30-1:45 നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത്. ഒരാൾക്ക് കൊണ്ടുവന്നിട്ട് പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് കൊണ്ടുവരുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും, ബാക്കിയുള്ള ഐറ്റംസിന് ടൈം എടുക്കുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓരോരാൾക്കും പോയിട്ട് ഓർഡർ ചെയ്തതിന് ശേഷം ബിരിയാണി വെക്കാൻ തോന്നുന്നു. ഇപ്പം തന്നെ ഏകദേശം 1.5 മണിക്കൂറായി നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ സാധനം കിട്ടിയില്ല. കിട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത മലബാരി ബിരിയാണി എത്തി. ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു, ഉള്ളത് പറയാലോ. പക്ഷെ എന്താണ് ഇത്ര ലേറ്റ് എന്ന് അവിടുത്തെ സ്റ്റാഫിനോട് എൻക്വയറി ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു കുക്കറിലാണ് അവർ ബിരിയാണി ഉണ്ടാക്കുന്നത്. 12 കുക്കറാണ് അവരടുത്തുള്ളത്. അവർക്ക് ഒരുപാട് ഓർഡർ ഒന്നിച്ചു വന്നു, 30-35 ഓർഡർ ഒന്നിച്ചു വന്നു. പക്ഷെ എന്നാലും അവർക്കത് പറയായിരുന്നു ഇത്ര ലേറ്റ് ആവും എന്നുള്ളത്. ഈ കുക്കർ ഒരാളായിരുന്നു ഒഴിഞ്ഞിട്ട് വേണം അടുത്ത ആൾക്ക് ബിരിയാണി വെക്കാൻ വേണ്ടി. ക്ഷമന്റെ നെല്ലിപ്പലക കാണുക എന്നൊക്കെ പറയുന്നില്ലേ, 2 മണിക്കൂർ ഒരു ബിരിയാണി. 1.5 മണിക്ക് ഫുഡ് കഴിക്കാൻ കയറി നമ്മൾ ഏകദേശം 3:45 ആകുമ്പോഴേക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. കറക്റ്റ് എയർ ഷോന്റെ സമയമാകുമ്പോഴേക്ക് നമ്മൾ അതിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് എയർ ഷോ തുടങ്ങാൻ പോവാണ്. ഡോൾഫിൻ ബേക്കറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എയർ ഷോ കാണുന്ന പറയുന്നത്. ഇവിടെ സ്റ്റേഡിയത്തിൽ പൈസ കൊടുക്കേണ്ടി വരും, 1000 രൂപീസ്. എയർ ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് പാലസിന്റെ അടുത്തേക്കാണ് പോയത്. ഇവിടുത്തെ ഓട്ടോ എന്താ ഇങ്ങനെ ആരോ പിടിച്ച് ഞെരുക്കി വെച്ച മാതിരി ഉണ്ടല്ലോ ഓട്ടോ ഒക്കെ കാണുമ്പോൾ. അങ്ങനെ നേരെ നമ്മുടെ പാലസിന്റെ അടുത്താണ് ഓട്ടോ ഡ്രോപ്പ് ചെയ്തത്. വെൽക്കം ടു മൈസൂർ ദസറ റൈഡ് പാർട്ട് 3. കഴിഞ്ഞ ദസറക്ക് 6 കിലോമീറ്റർ നടന്നതുകൊണ്ട് ഇപ്രാവശ്യം ഓട്ടോ പിടിച്ച് നേരത്തെ കാലത്ത് പാലസിന്റെ അവിടുത്തെ സ്ഥലം പിടിച്ചു. കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കുതിര സവാരി കയറിയിട്ട് മൈസൂരൊക്കെ ഒന്ന് കറങ്ങും. ആഗ്രഹം കൊണ്ട് വില വെച്ചത് 3000 രൂപ. തൽക്കാലം കുതിരനെ ഇങ്ങനെ കണ്ട് സമാധാനിക്കാം. കുറെ നേരം വില പേശിയിട്ട് അങ്ങനെ 2000 രൂപക്ക് സംഭവം സെറ്റാക്കി. എന്നാലും ഇത്തിരി കൂടുതലല്ലേ? അപ്പൊ പിന്നെ നമ്മളൊരു കാര്യം ചെയ്തു, ഒരു 3-4 പേരും കൂടി സെറ്റായി കഴിഞ്ഞാൽ കുറച്ചും കൂടി പൈസ ഒരാൾക്ക് വിഹിതം കുറയുമല്ലോ. അങ്ങനെയാണ് 3 മലയാളികൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ കുതിര സവാരി യാത്ര തുടങ്ങി. ഈ പൈസക്ക് ഇവർ വാങ്ങിയിട്ട് പോക്കറ്റിലിടുന്നുണ്ട്, കുതിരക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അത്രയും ടയർഡായിട്ടുണ്ട് കുതിര. എല്ലാവരും ഉന്തിയും തള്ളിയൊക്കെ പാലസ് കാണുമ്പോൾ നമ്മൾ കുതിര സവാരിയിൽ ഇങ്ങനെ നല്ല കൂളായിട്ട് നല്ല അടിപൊളി ലൈറ്റിങ്സ് ഒക്കെ കണ്ട് യാത്ര തുടർന്നു.
അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡ്രോൺ ഷോ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് തിക്കിലും തിരക്കിലും ഓട്ടോനൊക്കെ 1000 രൂപയൊക്കെയാണ് 4 കിലോമീറ്ററിന് അവർ ചാർജ് പറയുന്നത്. ഫൈനലി ഒരു 450 റുപ്പീസിന് ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ നേരെ വിട്ടു. പോകുന്ന വഴിക്ക് ഫിലോമിന ചേർച്ചൊക്കെ നല്ല ലൈറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഡ്രോൺ ഷോ നടക്കുന്ന ആ സിഗ്നലിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നമ്മളും വെയിറ്റ് ചെയ്തു. ഡ്രോൺ ഷോ 8:30 മണിക്കിന് ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തു. ഡ്രോൺ ഷോ നടക്കുന്നതിന്റെ ഇടയിൽ പെട്രോളിംഗ് ഒക്കെ ഉണ്ടോ, കുതിരയിലാണ് പോലീസുകാരൊക്കെ പെട്രോളിംഗ് രാത്രി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ടൗണൊക്കെ ഒന്ന് ഫ്രീ ആയി. അങ്ങനെ ബൈക്കും എടുത്ത് നമ്മൾ പാട്ടും പാടി ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തു. റൂമിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ചങ്കിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ബർത്ത്ഡേ കേക്ക് ഒന്നും കിട്ടാനില്ല. കൂട്ടത്തിൽ ഒരാളുടെ മൈസൂർ പാക്ക് എടുത്ത് നമ്മൾ കട്ട് ചെയ്തു, അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. മോർണിംഗ് ആയപ്പോൾ വണ്ടിയൊക്കെ വെച്ച് ലൈനപ്പ് ഇട്ടു, ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പുറപ്പെടാനുള്ള പരിപാടിയാണ്. കുറച്ച് പേര് ഊട്ടിയിലേക്കും കുറച്ച് പേര് നാട്ടിലേക്കും കുറച്ച് പേര് മൈസൂരിന് കറങ്ങാനൊക്കെ തീരുമാനിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് കഴിച്ച് എല്ലാവരും നേരെ പോയത് മൈസൂർ പാക്ക് വാങ്ങിക്കാനാണ്. ഗുരു സ്വീറ്റ്സിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്തു. അത് മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് സ്റ്റോറാണ് വേൾഡ് ഓഫ് മൈസൂർ പാക്ക്. മൈസൂരിലുള്ള വേൾഡ് ഓഫ് മൈസൂർ പാക്കിന്റെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടും. അവരെ ലൈവായിട്ട് കിച്ചണിൽ നമുക്കൊക്കെ കട്ട് ചെയ്യുന്നതും മിക്സ് ചെയ്യുന്നതും ഒക്കെ കാണാൻ പറ്റും. 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഈ സൈഡില്. പിന്നെ ഇവിടെയാണ് ഇതിന്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓരോന്നും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അത്രയും ഹൈജീനിക്കിലാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ഈവൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വരെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ലൈവായിട്ട് കട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും നമുക്ക്. ഈ മെഷീനിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് എന്നിട്ടാണ് അവിടുന്ന് സ്റ്റോറിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഇറങ്ങുകയാണ് ഇവിടെ സ്റ്റോറിൽ. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തത്. മൈസൂർ ഒതന്റിക് മൈസൂർ പാക്ക് മാത്രമല്ല, ജാഗറി, ആൽമണ്ട് റോസ്റ്റ്, ക്യാരറ്റ്, അഞ്ചീർ, അങ്ങനെ നിരവധി ഫ്ലേവറുകളാണ് അവൈലബിൾ ഉള്ളത്. കൂടാതെ അവരുടെ സെലക്റ്റഡ് സിഗ്നേച്ചർ സ്വീറ്റ്സ് ഒക്കെ ഒരു ബോക്സ് ആക്കി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈസൂർ പാക്കിന്റെ സ്റ്റോറിയൊക്കെ ഇവിടെ കാണാം. കൂടാതെ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എടുത്തു പറയേണ്ടതാണ്. മൈസൂർ വന്നാൽ മിസ്സാക്കരുത് ഈ സ്പോട്ട്. നന്നായിട്ട് നിങ്ങൾക്ക് മൈസൂർ പാക്കിന്റെ എല്ലാ ഫ്ലേവേഴ്സും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈസൂർ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് നേരെ കാലിക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ ബ്രേക്കൊക്കെ എടുത്ത് ഹൈഡ്രേഷൻ ബാഗ് വെച്ച് പൗഡറൊക്കെ ഇട്ട് ഒന്ന് കലക്കി കുടിച്ച് ഒക്കെ സെറ്റായി. വീണ്ടും ഒരു ബ്രേക്ക് റെഡ് ബുൾ ബ്രേക്ക് ആയിരുന്നു. റെഡ് ബുൾ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഉറക്കു വരാതെ റൈഡ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് റൈഡ് കണ്ടിന്യൂ ചെയ്തു. വയനാട് കൽപ്പറ്റ എത്തിയപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഒരു കിടിലം മന്തിയായിരുന്നു. ഈ മന്തിയോടുകൂടി ഈ സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.